ഇവിടെ കാണുന്നില്ലല്ലോ. എന്നാലും എവിടെ പോയേ? മാഡം, എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കുന്നേ, ബോറടിക്കുന്നു. മാഡം സംസാരിച്ചില്ലെന്നുണ്ടെങ്കിലേ എനിക്ക് മരത്തിനോടും പുല്ലിനോടും കല്ലിനോടൊക്കെ സംസാരിക്കേണ്ടി വരും. നീ എത്ര ദൂരേക്കാ പോവാൻ പോന്നെന്നറിയൂ? ഒരിക്കലും തിരിച്ചു വരാൻ കഴിയില്ല. അത്ര ദൂരത്തേക്കാണ്. പൊയ്ക്കോ പൊയ്ക്കോ. ശരി, മാഡത്തിന്റെ നാടെവിടെയാ? മുതലാളി നിങ്ങൾ തമ്മിലുള്ള പരിചയം എന്താ? അതെങ്കിലും പറ. വേണ്ട വേണ്ട വേണ്ട. ശിവാനിത് എവിടെയാ? വേണ്ട വേണ്ട, എന്നൊന്നും ചെയ്യരുത് പ്ലീസ്. ഞാൻ എന്ത് ചെയ്തിട്ടാ? ഞാൻ ഉപദ്രവിച്ചതല്ല നിങ്ങളെ. എന്നെ വിട്ടേക്ക് പ്ലീസ്. വേണ്ട, വിട്ടേക്ക്. എന്നെ വിട്ടേക്ക് പ്ലീസ്. വേണ്ട, ദയവ് എന്നൊന്ന് വെറുതെ വിട് പ്ലീസ്. തൃശൂൽ, എന്റെ കൊച്ചു മുതലാളി എന്തിനാ ഇങ്ങോട്ട് വരാൻ പോയേ? വേഗം കൊടുത്ത് പോ. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ദയവായി ബോസിനെ ഒന്നും ചെയ്യരുത്. കൊച്ചു മുതലാളി, തൃശൂൽ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ? വേഗം പോവാൻ നോക്ക്. അതിനടുത്ത് ഇങ്ങനെ നിൽക്കല്ലേ. വല്ലതും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. തൃശൂൽ, നീ ആദ്യം ഇങ്ങോട്ട് വാ. കൊച്ചു മുതലാളി, എന്റെ കൊച്ചു മുതലാളി, നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്ന്? വേഗം പോവാൻ നോക്ക്. നീ പേടിക്കണ്ട. ബോസ്, ബോസ് നോക്ക്. എന്റെ പൊന്നു ബോസ്, അതിനൊന്നും ചെയ്യാൻ നിൽക്കില്ലേ. അതിന് വെറുതെ വിട്ടേക്ക്. അത് എവിടേക്കെങ്കിലും പോയിക്കോളും. ബോസ് പോയിക്കോളുന്ന്. എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. നീ ഇങ്ങോട്ട് വാ തൃശൂൽ. അയ്യോ മഹാദേവ, ഇതേത് നാഗമാണ്? ത്രിവിക്രമനെ ആക്രമിക്കുകയാണല്ലോ. ഇല്ല, ഞാൻ വെറുതെ ഇരിക്കാൻ പാടില്ല.
ഞാൻ ഏറ്റെടുത്ത ജോലിയൊന്നും തീർക്കാതെ പോകുന്നവളല്ല. നിന്റെ പ്രാണൻ എടുക്കേണ്ട സമയം ഇതാ വന്നിരിക്കുന്നു. നാഗമാതെ, ഭൂമിയിൽ ആദിശേഷന് അപകടം സംഭവിച്ചിരിക്കുന്നു. ആദിശേഷന് അപകടമോ? അതെ നാഗമാത. ത്രിവിക്രം, ത്രിവിക്രം, ഭാഗ്യം, ത്രിവിക്രമിനൊന്നും സംഭവിച്ചിട്ടില്ല. തൃശൂൽ, 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 തൃശൂൽ. അയ്യോ, തൃശൂലിന് വിഷം ഏറ്റിരിക്കുകയാണല്ലോ. ഇവന്റെ ജീവൻ അപകടത്തിലാണ്. ആദ്യം ഇവന്റെ ശരീരത്തിൽ കയറിയ വിഷം ഞാൻ തിരികെ എടുക്കണം. എന്ത്? ആദിശേഷനെ അപായപ്പെടുത്തുന്നത് സർപ്പമാണെന്നോ? അതെ നാഗമാതെ, ഏതോ ഒരു സർപ്പം ആദിശേഷന്റെ മേലുള്ള പക പോക്കുകയാണ്. ഏത് സർപ്പമാണത്? എന്നാൽ അവൾ എന്നെ പോലെ തന്നെ ഇച്ഛാധാരി നാഗമാണ്. ഇച്ഛാധാരി നാഗമോ? എന്നെയും ആദിശേഷനെയും തമ്മിൽ അകറ്റാനുള്ള പ്രയത്നം നടത്തിയാൽ അവളുടെ സർവനാശം വരുത്തും ഞാൻ. ആരാണ് അവളെ ഭൂമിയിലേക്ക് അയച്ചതെന്ന് അറിയണം. എന്റെ ആദിശേഷനോട് ആർക്കാണ് പകയുള്ളത്? ഇല്ല ശിവാനി, അവളെ നാഗലോകത്ത് നിന്ന് ആരും തന്നെ പറഞ്ഞയക്കുവാൻ സാധ്യതയില്ല. ഭൂമിയിൽ നിന്നുള്ള ഏതെങ്കിലും മാന്ത്രികനായിരിക്കും അവളെ വിളിച്ചിട്ടുണ്ടാവുക. ആദിശേഷനെ നമ്മൾ എങ്ങനെയെങ്കിലും രക്ഷിച്ചേ മതിയാകൂ. ഇല്ലെങ്കിൽ നമ്മിൽ നിന്ന് അവൻ അകന്നു പോകും. പിന്നെ ഒരിക്കലും അവനെ നമുക്ക് തിരിച്ചു കിട്ടില്ല. ഇല്ല, ഇല്ല, അങ്ങനെ സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ ആദിശേഷനെ ഞാൻ തന്നെ രക്ഷിച്ചോളാം. അവൻ ഉറപ്പായി ഞാൻ തന്നെ രക്ഷിക്കും. അതിനായി നീ പരമേശ്വരന് വിശിഷ്ടമായ പൂജ ചെയ്യേണ്ടതുണ്ട്. ആ പൂജയ്ക്ക് ഒരു കാരണവശാലും ഭംഗം വരുവാൻ പാടില്ല. എങ്കിലേ ആ പരമേശ്വരൻ എന്റെ മകനെ രക്ഷിക്കുകയുള്ളൂ. ഏത് പൂജയാണത്? പറയൂ നാഗമാതെ, ഞാൻ ഇപ്പോൾ തന്നെ അത് ചെയ്യാൻ തയ്യാറായിക്കോളാം. അതിനുള്ള മുഹൂർത്തം ഇതുവരെ ആയിട്ടില്ല ശിവാനി. സമയമാകുമ്പോൾ ഞാൻ തന്നെ നിന്നോടത് സൂചിപ്പിക്കുന്നതായിരിക്കും. അതുവരേക്കും ആദിശേഷനെ ഒറ്റയ്ക്കിരിക്കാൻ നീ സമ്മതിക്കരുത്. അവന്റെ കാവലായി നീ ഉണ്ടാവണം. അങ്ങനെ ആവട്ടെ മാതേ. എന്റെ ആദിശേഷനെ തീർച്ചയായും ഞാൻ രക്ഷിച്ചിരിക്കും. എന്നെയും അവനെയും തമ്മിൽ അകറ്റാൻ ആരൊക്കെ വന്നാലും ഞാൻ അവരെ ഒന്നും വെറുതെ വിടാൻ പോകുന്നില്ല. ഇതേ ശിവാനി എടുക്കുന്ന ശപഥമാണ്. ശിവാനി അവിടുന്ന് പിന്നെ എങ്ങോട്ടാ പോയത്? വീട്ടിലാണെങ്കിൽ എത്തിയിട്ടുമില്ല. അവളുടെ ഫോൺ പോലും കണക്ട് ആവുന്നില്ല. അവിടെയാണെങ്കിൽ രണ്ട് പാമ്പുകൾ തമ്മിൽ ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുന്നു. ശിവാനി ഇനി അത് കണ്ടിട്ട് ഭയന്ന് പേടിച്ചോടിക്കാണോ? ഇനി ശിവാനിക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചു കാണോ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ശിവാനി, താനത് എവിടെയായിരുന്നു? പെട്ടെന്ന് താൻ എങ്ങോട്ടാ പോയി കളഞ്ഞ്? ഞാൻ എന്തുമാത്രം ടെൻഷൻ അടിച്ചെന്ന് തനിക്കറിയോ? അത് എനിക്ക് കുറച്ച് ജോലി ഉണ്ടായിരുന്നു, അതുകൊണ്ട്. പോകുമ്പോ തനിക്കൊന്ന് പറഞ്ഞുകൂടായിരുന്നോ? ഈ നിമിഷം വരെ എനിക്കൊരു സമാധാനം ഇല്ലായിരുന്നു. എന്തു പറ്റി? എന്തു പറ്റിയെന്നോ? അവിടെ രണ്ട് പാമ്പുകൾ ഫൈറ്റ് ചെയ്തോണ്ടിരിക്കായിരുന്നു.
അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. തന്നെയാണെങ്കിൽ കാണുന്നില്ല. ഞാൻ എന്തുമാത്രം ടെൻഷൻ അടിച്ചെന്നറിയോ? ഞാൻ അവിടുന്ന് ധൃതിയിൽ ഇറങ്ങിയപ്പോ ത്രിവിക്രമന്റെ മനസ്സിൽ നിന്ന് ആ ഓർമ്മകൾ മായ്ച്ചു കളയാൻ മറന്നുപോയി. ശിവാനി, താൻ പേടിച്ചു പോയാ? ഞാനിത് പറഞ്ഞപ്പോ താൻ ഇത്രയും പേടിച്ചെങ്കിൽ ആ ഇൻസിഡന്റ് നേരിട്ട് കണ്ടതാ ഞാൻ എന്തുമാത്രം പേടിച്ചു കാണും. ആ പാമ്പുകൾ തന്നെ ഉപദ്രവിച്ച് കാണുമെന്നായിരുന്നു എന്റെ ടെൻഷൻ. ആ പാമ്പ് എന്നെ ഉപദ്രവിക്കാൻ വേണ്ടി വന്നതല്ല ത്രിവിക്രം, നിന്നെ അപായപ്പെടുത്താൻ വേണ്ടി വന്നതാ. ശിവാനി, ഇനിയെങ്കിലും താൻ ഒറ്റയ്ക്ക് എങ്ങോട്ടും പോകരുത്. കുറച്ചുകൂടി ഒന്ന് കെയർഫുൾ ആവുക. എനിക്കൊന്നും സംഭവിക്കില്ല ത്രിവിക്രം, നീ നന്നായിട്ട് ശ്രദ്ധിച്ചാ മതി. എനിക്കൊന്നും സംഭവിക്കില്ല, ഡോണ്ട് വറി. ഓക്കെ? സംഭവിക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല. നിന്നെ ഞാൻ രക്ഷിച്ചിരിക്കും. പോയ കാര്യം എന്തായി? ഏതോ ഒരു സർപ്പം ഇടയ്ക്ക് കയറി വന്നു. അതിനും എനിക്കുമിടയിൽ വലിയ പോരാട്ടം തന്നെ ഉണ്ടായി. അപ്പോ പോയ കാര്യം ഒന്നും നടന്നില്ലേ? നീ തൃശ്ശൂരിൽ ഒന്നും ചെയ്തില്ലേ? അവന്റെ കഥ കഴിഞ്ഞു. എന്നുവെച്ചാ അവന്റെ മേൽ ചാടി വീണ് വിഷപ്രയോഗം നടത്തി ഞാൻ. എന്താ? വിഷപ്രയോഗം നടത്തിയെന്നോ? അങ്ങനെയാണെങ്കിൽ ഈ സമയം അവൻ മരിച്ചിട്ടുണ്ടാവില്ലേ? കൊള്ളാം, നീ ഇത്ര പെട്ടെന്ന് കാര്യം സാധിച്ചു വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. വെരി ഗുഡ്. നീ പണി ഏൽപ്പിച്ചിരിക്കുന്നത് വേറെ ആരെയുമല്ല, ഈ അമൃതയാണ്. ഞാനൊരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിനർത്ഥം അത് ചെയ്തു എന്ന് തന്നെയാണ്. ഹലോ മാഡം. മാഡം, നിങ്ങൾ എന്നെ എന്ത് ചെയ്യാൻ വേണ്ടിട്ട് കൂട്ടിക്കൊണ്ട് പോയേ? ഞാനോ? ആ, നിങ്ങൾ തന്നെ പറയും മാഡം. നിങ്ങൾ ചെയ്ത് ശരിയാണോ? എനിക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ എന്തായാനെ? എന്റെ അവസ്ഥ എന്തായാനെ? ഞാൻ എന്ത് ചെയ്യായിരുന്നു? എന്റെ വീട്ടുകാരുടെ അവസ്ഥ എന്തായിരിക്കും? ഒന്ന് പറയും മാഡം. അത് അല്ല മാഡം, ആ കാട്ടിൽ കിടന്നുറങ്ങി എന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നില്ല മാഡം. പറ, നിങ്ങൾ ചെയ്ത് ശരിയാണോ? എനിക്കറിയാവുന്ന കാടായോണ്ട് ഞാൻ വീട്ടിലേക്ക് തിരിച്ചെത്തി. ഇല്ലായിരുന്നെങ്കിൽ വല്ല പുലിയുടെയും ഭക്ഷണമായി മാറിയാനെ. ഏതെങ്കിലും മൃഗത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഞാനിങ്ങനെ അവരെ എന്തെങ്കിലും ചെയ്തിട്ട് പിന്നെ അതൊക്കെ കേസാവുന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു എനിക്ക്. അതാ കാര്യം. പറയും മാഡം, അങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നെങ്കിൽ എന്തായാലും എന്റെ അവസ്ഥ? നീ അവിടെ കിടന്നു ഉറങ്ങുകയായിരുന്നോ? നിനക്ക് ഒന്നും സംഭവിച്ചില്ലേ? എങ്ങനെയാ വന്നേ? എന്താ മാഡം ഇത് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? നിങ്ങൾ എന്നെ അവിടെ കാട്ടിൽ ഒറ്റയ്ക്ക് വിട്ടിട്ട് വന്ന് ഞാൻ അവിടെ നിന്ന് നടന്നു വരായിരുന്നു ഇവിടേക്ക്. അല്ല, നിനക്ക് ഫോട്ടോ മാഡം ഇട്ടേക്ക്. നെക്സ്റ്റ് ടൈം ഇതുപോലൊന്നും ചെയ്യല്ലേ പ്ലീസ്. എന്നാ പിന്നെ പോയിട്ട് വരാൻ മതിയോ? അല്ല, അവനിവിടെ ഗുരുക്കളുടെ അടുത്തേക്ക് പോവാം. മഹാദേവ, എന്താണ് ഇവിടെ നടക്കുന്നത്? എന്തിനാണ് എന്നെ ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നത്? 23 വർഷങ്ങളായിട്ട് കഷ്ടം മാത്രമേ എന്റെ ജീവിതത്തിലുള്ളൂ. എനിക്ക് എന്റെ ആദിശേഷനെ തിരിച്ചു കിട്ടി. ഞങ്ങൾ ഒന്നാകുന്ന സമയം അടുത്തെത്താറായപ്പോ ഏതോ ഒരു ദുഷ്ടനാഗം വന്ന് ആദിശേഷനെ അപായപ്പെടുത്താൻ ശ്രമിക്കാന്ന് പറഞ്ഞ. അവൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? അതെ, ഞാൻ അവന്റെ മേൽ വിഷപ്രയോഗം നടത്തിയിട്ടും അവൻ വീണ്ടും വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. ഞാനും ആകെപ്പാടെ കൺഫ്യൂഷനിലായി പോയി. ഇവള് പറഞ്ഞ കാര്യം കേട്ടപ്പോ ഞാൻ വിചാരിച്ചു അവൻ തീർന്നു കാണുമെന്ന്. അത്രയും വിഷം അവന്റെ ദേഹത്ത് കയറിയിട്ടും അവൻ മരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ. പാമ്പിന്റെ വിഷമേറ്റിട്ടും ആദിശേഷൻ ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ഗുരുക്കളെ, അങ്ങ് എന്തെങ്കിലും ഒരു മറുപടി പറ. തൃശൂലിന് എന്തെങ്കിലും വിശേഷപ്പെട്ട ശക്തികളുണ്ടോ? ദിഗ്വിജയ, ഈ ചോദ്യം അപ്രസക്തമാണ്.
വിഷപ്രയോഗം കൊണ്ട് അവനൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് വെച്ചാൽ വിഷപ്രയോഗം ശരിയായി നടന്നില്ല എന്നല്ലേ അർത്ഥം? അങ്ങനെയാണെങ്കിൽ അവന്റെ മേൽ ഒരു തവണ കൂടെ വിഷപ്രയോഗം നടത്തട്ടെ ഞാൻ. വേണ്ട, അവന് വിഷപ്രയോഗം മാത്രം മതിയാവില്ല. അവനെ കൊല്ലാനായിട്ട് നിനക്ക് വിശേഷ ശക്തി ആവശ്യമായിട്ടുണ്ട്. നിനക്ക് ഞാനിതാ ശക്തി തരുന്നു. ഇനിയും നീ പോയി അവനെ കൊല്ല്. നിന്റെ മുന്നിൽ അവൻ മരിച്ചു വീഴുക തന്നെ ചെയ്യും. ശരി. നാഗലോകത്തിലെ റാണിയാകേണ്ട എന്നെ തോൽപ്പിക്കാനുള്ള ശക്തി അവൾക്കുണ്ടെങ്കിൽ അതൊരു സാധാരണ നാഗമല്ല. അവൾക്ക് ഏതോ വലിയ ശക്തി ഉണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്റെ ശ്രദ്ധ കുറച്ചൊന്ന് മാറിയിരുന്നെങ്കിൽ ത്രിവിക്രമന് എന്തായിരുന്നു സംഭവിക്കുക? ഇല്ല, ഇനി മുതൽ എന്റെ ശ്രദ്ധ ഒരിക്കലും മാറാൻ പാടില്ല. എന്റെ ശ്രദ്ധ പൂർണ്ണമായും ത്രിവിക്രമന്റെ മേലാവണം. ത്രിവിക്രം, ബാ ഇരിക്കുമോനെ. വീട്ടിലൊരു ഗസ്റ്റ് വന്നിട്ട് ഒരു ഹായ് ഇല്ല, ഹലോ ഇല്ല. സോറി ഡാഡി, ഞാൻ ചെറിയൊരു ടെൻഷനിലായിരുന്നു. എന്താടാ, എന്താ പറ്റിയ നിനക്ക്? നീ ശിവാനിയും കൂട്ടി ഔട്ടിങ്ങിന് പോയതല്ലേ? അവളുടെ അടുത്ത് പോയാലും നിനക്ക് സങ്കടമാണോ? ഡാഡി, അത് ഓക്കെ, ഞങ്ങളോട് ഷെയർ ചെയ്യാൻ നിനക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ വേണ്ട മോനെ. ഗോ ഹാവ് സം റെസ്റ്റ്. ഓക്കെ ഡാഡി. ഡാഡി, ഡാഡി ഇനി മുതൽ തൃശ്ശൂരിലും ഒറ്റയ്ക്ക് പുറത്തു വിടണ്ട. എന്താ? ഇന്ന് ഞാൻ പുറത്തു പോയപ്പോ ഞാനൊരു പാമ്പിനെ കണ്ടു. പാമ്പോ? മുമ്പ് നമ്മൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചിരുന്നില്ലേ? അതേ പാമ്പ് എന്നെ വീണ്ടും വന്നിരിക്കുക. നീ എന്തായി പറയുന്നത്? എവിടെ വെച്ചാ നീ അതിനെ കണ്ടത്? അത് ഇന്ന് ഞാനും ശിവാനി കൂടി ഒന്ന് ഔട്ടിങ്ങിന് പോയിരുന്നു. അപ്പോഴത് കണ്ടത്. അതും ഒന്നല്ല, രണ്ടെണ്ണം ഉണ്ടായിരുന്നു. രണ്ടോ? അതെ ഡാഡി, അതിലൊന്ന് തൃശ്ശൂരിൽ അറ്റാക്ക് ചെയ്യായിരുന്നു. ഞാൻ തൃശ്ശൂരിൽ രക്ഷിക്കാൻ വേണ്ടി ഞാൻ അടുത്തേക്ക് ചെന്നതാ. അപ്പൊ അത് എന്നെ അറ്റാക്ക് ചെയ്തു. എന്തൊക്കെ മോനെ നീ പറയുന്നേ? ഈശ്വര, എന്റെ മോൻ എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നേ? മമ്മി, ഡോണ്ട് വറി, എനിക്കൊന്നും സംഭവിച്ചില്ല. ത്രിവിക്രം, അവിടെ എന്താ നടന്നേ? ഡാഡി, പിന്നെ ആ പാമ്പുകൾ തമ്മിൽ ഫൈറ്റ് ചെയ്തു. എന്താ? ഞങ്ങൾ അറ്റാക്ക് ചെയ്ത പാമ്പിന്റെ അടുത്തേക്ക് മറ്റൊരു പാമ്പ് വന്നു. പിന്നെ അവ തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അവ തമ്മിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങള് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അമൃത, താൻ തൃശ്ശൂരിലെ കൂടെ ഉണ്ടായിരുന്നല്ലേ? അപ്പൊ താനിതൊന്നും കണ്ടില്ലേ?